നേതൃത്വത്തെ വെല്ലുവിളിച്ചെന്നാണ് ചോദ്യം. മാധു, പ്രകടമാണ് അത്. ഒന്നാമത്തെ കാര്യം, നേതൃത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നത് കൂടി വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പൊ രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ആദ്യം കെ രാഗേഷിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടി എ മസൂദനാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യമെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന് ഒരു പരാമർശം, തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കരുതി പയ്യന്നൂരിലെ പാർട്ടി ഒലിച്ചുപോയി എന്ന് ആരും കരുതേണ്ടതില്ല, കുറച്ച് ബാക്കിയുണ്ട്. അത് കണ്ടുപിടിച്ചെടുത്ത് ഒഴുക്കിലെറിഞ്ഞു കളയാൻ നിർബന്ധ ബുദ്ധിയുള്ള പ്രതിജ്ഞാബദ്ധരായ ആളുകൾ ഇവിടെയും ഇനി ബാക്കിയുണ്ട് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇന്ന് അവിടെ പോയി നടത്തിയ പ്രകോപന പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ, വി കുഞ്ഞികൃഷ്ണന്റെ അനുയായിയുടെ സ്റ്റെമിഷെട്ട് കത്തിച്ചു എന്ന് പറയുന്ന ആരോപണം അവിടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്തതിന് പിന്നിൽ പാർട്ടി ഇല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ആ ഷെഡ് മാത്രമല്ല, അതിൻ്റെ അടിയിലുള്ളത് മാന്തിയെടുക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് പയ്യന്നൂരിലെ CPM എന്ന്. പ്രിയപ്പെട്ട കെ രാഗേഷ്, അങ്ങനെ മാന്താൻ പോകുമ്പോൾ അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും പാർട്ടിയുടെ ഇനിയും കുറ്റിയേറ്റിട്ടില്ലാത്ത വേരുകളുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായി കണ്ടെത്തണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴും ഈ സാഹചര്യത്തിലും അവിടെ പോയി ഇങ്ങനെ പ്രകോപന പ്രസംഗം നടത്തണമെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് എവിടെയാണ് എന്ന കാര്യം സംശയമാണ്. അത് ഡിബേറ്റബിൾ ആണ് എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ കാര്യത്തിൽ പങ്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് AN ഷംസീർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. AN ഷംസീർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച സമയത്ത് ഈ വിമർശന വിധേയമായ മുഴുവൻ കാര്യങ്ങളെയും കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. AN ഷംസീറിന് അത് പ്രസംഗിക്കാനുള്ള ഈ എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കേന്ദ്ര കമ്മിറ്റി വിമർശനങ്ങൾ എണ്ണി പറഞ്ഞതുകൊണ്ടാണ്. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ അങ്ങനെയാണ്. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച, വിമർശിച്ച പാർട്ടിയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ ഇപ്പോഴുമുള്ള രേഖയ്ക്ക് വിരുദ്ധമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കെ രാഗേഷ് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചുമതല എന്താണ്? അദ്ദേഹത്തിന്റെ ചുമതല ജില്ലാ സെക്രട്ടറി എന്നതാണ്. അദ്ദേഹം അതിനു മുൻപ് വഹിച്ചിരുന്ന അതിനേക്കാൾ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പാർട്ടി അംഗീകരിച്ച രേഖയ്ക്കും നയത്തിനും നിലപാടിനും വിരുദ്ധമായ രാഷ്ട്രീയ പരാമർശങ്ങളാണ് നടത്തുന്നത്. ഒന്നും മനസ്സിലാക്കണം, തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാർട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയത് പാർട്ടിയുടെ ഏറ്റവും കോറായ വോട്ടുകളാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് പാർട്ടി നടത്തേണ്ടത് എന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്കൂ, ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാവുന്ന പരമാവധി വിമർശനങ്ങൾക്കുള്ള സാഹചര്യം പാർട്ടിക്കുണ്ട്. ആ സമയത്താണ് ഈ വ്രണം കുത്തി വീണ്ടും വേദനിപ്പിക്കുന്നത് പോലെ പാർട്ടിക്കെതിരെ പാർട്ടി അണികൾ തിരിച്ചു കുത്താൻ കാരണമായ കാര്യങ്ങൾ വീണ്ടും എണ്ണിപ്പറഞ്ഞ് ഈ പ്രസംഗം നടത്തുന്നത് എന്തിനാണ്? എന്ത് കോൺട്രിബ്യൂഷനാണ്? ഇപ്പം ഞാൻ വിചാരിക്കുന്നത് വി കുഞ്ഞികൃഷ്ണൻ ഇനി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുസ്തകം ആണല്ലോ ഈ വക്കീൽ നോട്ടീസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പിൻവലിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ. ഇനി വി കുഞ്ഞികൃഷ്ണൻ പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് തലക്കെട്ടിടാവുന്ന ഒരു കാര്യം ഒരു ജില്ലാ സെക്രട്ടറിയുടെ സംഭാവനകൾ എന്നതാണ്. കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തിപരമായി അറിയാവുന്ന, എഴുതാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ജില്ലാ സെക്രട്ടറി പദവിക്കെതിരെ പാർട്ടിയുടെ ഒരു വിഭാഗം MA ബേബിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ജില്ലാ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആളുകൾ ജില്ലാ സെക്രട്ടറി ആകുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരാമർശങ്ങളുടെ അടക്കമുള്ള കാര്യങ്ങൾ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പാറ്റേണുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശമുണ്ട്. ഇങ്ങനെ എവിടെയൊക്കെ സമ്മർദ്ദത്തിലാക്കാമോ, എവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാക്കാമോ എന്ന് അന്വേഷിച്ച് ഇത്രത്തോളം കർത്തവ്യ ബദ്ധതയോടുകൂടി ഇത് പറയാൻ കഴിയുന്ന സാഹചര്യത്തെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഇനി ഈ സ്ഥാനാർത്ഥി നിർണയം, പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം ഒരു വിഷ്വൽ ഓർമ്മയുണ്ടോ? അതായത് TK ഗോവിന്ദൻ ഒരു ബൂത്തിലേക്ക് പോകുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്. നമ്മളൊക്കെ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ കൂടി ഒരു സംഘം TK ഗോവിന്ദനെയും TK ഗോവിന്ദൻ്റെ ഭാര്യയും അദ്ദേഹത്തെ അനുഗമിച്ച ഭാര്യയെയും കൂവി അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്നറിയാമോ? ഇതൊരു ജനാധിപത്യമല്ലേ? തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ദിവസമല്ലേ? ശരിയാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എതിർത്ത് മത്സരിക്കുകയാണ്. അപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്ത് എന്ന് പറയുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും പ്രത്യേക അധികാരമുള്ള ഇടമല്ല എന്ന് തിരിച്ചറിയാനുള്ള ജനാധിപത്യം പോലും ഇത്രയും കാലത്തിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നൊരു ചോദ്യം ഉണ്ടാക്കിയ നിമിഷമാണ്. അവിടെ നിന്ന് TK ഗോവിന്ദൻ പോകുന്നു. തോറ്റുപോകുമെന്ന പാർട്ടി വിചാരിച്ചത്, കുറച്ച് വോട്ട് കളക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇല്ല, ജയിച്ചു. ഇന്ന് ഈ പറയുന്ന പാർട്ടിയുടെ കോട്ടയിലെ MLA ആണ് വി കുഞ്ഞികൃഷ്ണൻ. തോറ്റുപോകും എന്ന് തന്നെയാണ് പാർട്ടി വിചാരിച്ചത്. കാരണം 50,000 വോട്ടിന്റെ മലയപ്പുറത്ത് കയറാനുണ്ടായിരുന്നത് പൊടിഞ്ഞുപോയി.
അത് പൊടിഞ്ഞു പോവുകയും അവിടെ വി കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയും ചെയ്തു. നോക്കൂ, അവരോടുള്ള എന്തെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ടോ പാർട്ടിക്കെതിരായ ഏറ്റവും വലിയ അനുഭാവം കൊണ്ടോ ഒന്നുമല്ല. പാർട്ടി തിരുത്തണം. വി കുഞ്ഞികൃഷ്ണന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തുമ്പോൾ എന്ന് തന്നെയാണ് അന്നത്തെ അവിടുത്തെ അണികൾ തീരുമാനിച്ചത്, ചിന്തിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ആ പ്രകോപനം തുടരുകയാണ് എന്നതാണ്. ഇനി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് കെ രാഗേഷിന്റെ പരാമർശം എന്തായിരുന്നു? നിങ്ങളോട് പറയേണ്ടതില്ല എന്ന്. എപ്പോഴാണ്? തിരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഇന്നിപ്പോൾ ഒരു വക്കീൽ നോട്ടീസിന്റെ ഭാഗമായിട്ട് മധുസൂദന് പുറത്തുവിടാൻ കഴിയുന്ന കണക്കാണ് പാർട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എങ്കിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേ മധുസൂദനും ഇതേ കെ രാഗേഷിനും ഒക്കെ ചേർന്ന് ആ കണക്ക് പറഞ്ഞുകൂടായിരുന്നോ? എത്ര വലിയ ഡാമേജ് കുറഞ്ഞേനെ. അങ്ങനെ ഒരു കണക്ക് കൃത്യമായി പാർട്ടിക്ക് പുറത്തുവിടാൻ കഴിയുന്ന കണക്കുണ്ടായിരുന്നു എങ്കിൽ, ഇരുന്ന് വെല്ലുവിളിക്കുന്നതിന് പകരം ഈ കണക്ക് പുറത്തു വിട്ടിരുന്നു എങ്കിൽ ആ ഡാമേജ് എത്രമാത്രം കുറയുമായിരുന്നു. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കും കോൺഗ്രസുകാർക്കും മാത്രമേ ചോദ്യങ്ങളുള്ളൂ എന്ന് ധരിച്ചുവോ? ആ ചോദ്യങ്ങളാണ് തിരിച്ചുകുത്തലിലൂടെ പാർട്ടി അണികൾ നിങ്ങളുടെ മുന്നിൽ വെച്ചത് എന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി ഈ കെ രാഗേഷിനെതിരെ മറ്റൊരു വിമർശനം ഉയർന്നത് AV ബാലൻ അനുസ്മരണത്തിന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ചിത്രങ്ങൾ മാത്രമാണ് പങ്കുവച്ചിരുന്നത്. അതിന് കീഴിൽ വലിയ തോതിൽ വിമർശനമുണ്ടായി പാർട്ടി അനുഭാവികളിൽ നിന്ന്. എന്തുകൊണ്ടാണ് ധീര രക്തസാക്ഷി അനുസ്മരിച്ച് 2 വരി എഴുതാൻ കഴിയാത്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് സമയമില്ലെങ്കിൽ ഞങ്ങൾ അനുസ്മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ധീരനായ പാർട്ടി പ്രവർത്തകനെ അനുസ്മരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനങ്ങൾ വരെ എഴുതി ആളുകൾ. അപ്പോൾ അങ്ങനെ രാഗേഷ് ചെയ്യുന്നതിലെ ഓരോന്നിനെയും പാർട്ടി പ്രവർത്തകർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഞാൻ ഇപ്പം അത് അദ്ദേഹം ചെയ്ത എന്തെങ്കിലും കുറ്റമാണോ എന്നുള്ളതല്ല. ആ ദിവസം അദ്ദേഹം ആ ചിത്രം പങ്കുവെക്കാൻ തയ്യാറായി. പക്ഷെ അത് പര്യാപ്തമല്ല എന്ന് അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യാൻ പാർട്ടി പ്രവർത്തകർ തയ്യാറാകുന്നത് നിരന്തരമായി ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. രക്തസാക്ഷി പാർട്ടിക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് പാർട്ടിക്കാരന്റെ മറുപടി രക്തസാക്ഷികളുണ്ട് എന്നതാണ്. അപ്പോൾ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളെ കണക്കിലെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? കൃത്യത വരുത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ആ കണക്കുകൾ വ്യക്തമാക്കിയാൽ ഏതു പാർട്ടി കർക്കശ്യമാണ് അഴിഞ്ഞു പോകുന്നത്, ഇല്ലാതെ പോകുന്നത്? പാർട്ടിക്ക് അങ്ങനെയൊന്നും ബോധിപ്പിക്കാനില്ല എന്നെങ്ങനെയാണ് തോന്നുന്നത്? പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതല്ലേ പാർട്ടി? അല്ലേ? അതോ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ മാത്രം പ്രവർത്തിക്കുന്നതാണോ? ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? പാർലമെന്ററി രാഷ്ട്രീയത്തിലുള്ള പാർട്ടിയല്ലേ? അവർക്ക് പാർട്ടിക്കാരോടും പാർട്ടി അണികളോടും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരോടും മാത്രം ബോധ്യപ്പെടുത്താൽ മതിയോ? അങ്ങനെ മതിയോ? അങ്ങനെയാണോ ഇടപെടുക? അതാണോ പാർലമെന്ററി രാഷ്ട്രീയ ബോധ്യം? അപ്പോൾ ഒന്നുകിൽ ഇത് ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുക. പാർലമെന്ററി രാഷ്ട്രീയത്തിനോടക്കം വിമർശനം ഉണ്ടായിരുന്ന കാലങ്ങളുണ്ടായിരുന്നു, അത് പിന്നിട്ടിരിക്കുന്നു പാർട്ടി. അപ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കണം, വിമർശനങ്ങൾ ബോധിപ്പിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ ഈ വി കുഞ്ഞികൃഷ്ണനും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നം എവിടുന്നാ തുടങ്ങുന്നത്? വേറെ എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടാണോ? രക്തസാക്ഷി ഫണ്ട് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഏൽപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിക്കണ്ടായിരുന്നല്ലോ. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു കണക്ക് വെച്ചിട്ട് ഇത് ഓഡിറ്റർ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് അദ്ദേഹത്തെ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അദ്ദേഹത്തെ കള്ളനാക്കി. എന്തൊക്കെയാണ് കഴിഞ്ഞത്? കള്ളന്മാരോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഏറ്റവും അവസാനം ഇനിയും പോയി പ്രകോപനം നടത്തുക. ഇനിയും ഇപ്പൊ നോക്കൂ, ഈ ഷെഡ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട FIR ഉണ്ട്. FIR-ൽ CPM പ്രവർത്തകരുടെ ഒന്നും പേരില്ല, പക്ഷെ CPM പ്രവർത്തകർ എന്നാണ് ആ പരാതി വന്നിരിക്കുന്നത്. ആ പരാതിയിൽ FIR-ൽ CPM പ്രവർത്തകർ നേരിടുന്നത് ആ പരാതിയിൽ അങ്ങനെ പരാമർശിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അടിവത്ത് വരെ മാന്താൻ ശേഷിയുള്ളതാണ് ഈ പ്രസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണോ? പാർട്ടിക്ക് അങ്ങനെ ആരുടെയെങ്കിലും സ്വകാര്യമായ സ്വത്തിന്റെ അടിത്തറ മാന്താനുള്ള അവകാശമുണ്ടോ? അധികാരമുണ്ടോ? ഇല്ല എന്നതാണ് ബോധ്യം. ആ ബോധ്യം ഇനി ഏതു കാലത്ത് വരുമെന്നാണ്? പാർട്ടിക്ക് അങ്ങനെ ഒരക്രമ സംഭവങ്ങളും ഒരാവേശം വരുമ്പോൾ കയ്യും കൊത്തും കാലും കൊത്തും എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രീതി പോലും അവസാനിപ്പിക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അത് നാളെ കയ്യും കാലും കൊത്തിക്കളയുമെന്ന് വിചാരിച്ചിട്ടല്ല. മുദ്രാവാക്യത്തിന്റെ രീതി അതാ. അത് നിലമ്പൂരിൽ PV അൻവറിനെതിരെ വരെ ഉണ്ടായി. അപ്പോൾ അത് PV അൻവറിന്റെ കയ്യും കാലും കൊത്താൻ വേണ്ടിയിട്ടാണോ? അല്ല, കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ അടിത്തറ മാന്തു എന്ന് പറഞ്ഞാൽ അത് മാന്താൻ വേണ്ടിയിട്ടല്ല എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ വലിയ താമസമായിരിക്കും. കാരണം വി കുഞ്ഞികൃഷ്ണൻ അപ്പുറത്ത് നിൽക്കുന്നു, തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് തോറ്റിരിക്കുന്നു, ആ രാഷ്ട്രീയത്തോട് തോറ്റിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അനുഭാവികൾ ആക്രമിക്കപ്പെട്ടിട്ട് അത് വിശദീകരിക്കാൻ ചെന്നിട്ട് ഷെഡല്ല അതിന്റെ താഴെയുള്ളത് ഞങ്ങൾ മാന്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ മാന്താൻ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തറയാണ് എന്ന് ആരെങ്കിലും അദ്ദേഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണം. Meet the editors.